എല്ലാ ഏർപ്പാടും ചെയ്തിട്ടുണ്ട്. നാളത്തെ എല്ലാ പ്രധാന ദിനപത്രങ്ങളിലും പ്രേമേച്ചിയുടെയും പാർവതിയമ്മയുടെയും കാണാനില്ലെന്ന പരസ്യം നല്ല പ്രാധാന്യത്തോടെ വരും. കാശ് കുറെ ചെലവായി കാണുമല്ലോ. നിന്റെ അല്ലല്ലോ. പ്രേമിച്ചിട്ട് പരസ്യം കൊടുക്കുന്നത് മനസ്സിലാക്കാം. അതിന്റെ കൂടെ എന്തിനാ ഇവളുടെ അമ്മായിയമ്മയുടെ പരസ്യം കൂടി കൊടുക്കുന്നത്? ആളുകൾ കണ്ട എന്ത് വിചാരിക്കും? എന്ത് വിചാരിക്കാൻ? രണ്ട് തള്ളന്മാരും കൂടി എങ്ങോട്ടെങ്കിലും ഒളിച്ചോടി പോയതാണെന്ന് വിചാരിക്കും. മനസ്സിൽ വൈകൃതമുള്ളവര് അങ്ങനെ വിചാരിക്കും. അല്ലാത്തവരാരും അങ്ങനെ ചിന്തിക്കില്ല. പിന്നെ നിനക്കാണല്ലോ എല്ലാം അറിയാവുന്ന. ചന്ദ്ര നിർത്ത്. എന്റെ ഭാര്യയെ കാണാനില്ലെന്നുള്ള പരസ്യം എങ്ങനെ വേണമെന്ന് ഞാനാണ് തീരുമാനിക്കേണ്ടത്. അതിനെക്കുറിച്ച് പറയാൻ എനിക്കൊരു അവകാശവുമില്ല. നാണക്കേട് എനിക്ക് കൂടിയ. എന്റെ ഭർത്താവിന്റെ ചേച്ചിയാണല്ലോ അതിലൊരാള്. ഭർത്താവിന്റെ ചേച്ചിയോ? മുൻ ഭർത്താവിന്റെ ചേച്ചി എന്ന് പറ. അതെന്തെങ്കിലും ആയിക്കോട്ടെ, നാണക്കേട് നാണക്കേട് തന്നെയാണേ. കൂട്ടുജോലിക്കാരൻ കള്ള സർട്ടിഫിക്കറ്റ് ഉണ്ടാക്കി കുറ്റത്തിന് ജയിലല്ലേ? അതിനേക്കാളും വലിയ നാണക്കേടാണോ ഇത്? എന്റെ വിഷമം നിങ്ങൾക്ക് ആർക്കും പറഞ്ഞാൽ മനസ്സിലാവില്ല. മനസ്സിലാക്കണമെന്ന് ഞങ്ങൾക്കാർക്കും ഒരു നിർബന്ധമില്ല. പരസ്യം കൊടുത്താ പോയൊരു തിരിച്ചുവരവെന്നാണോ നിങ്ങൾ എല്ലാവരും വിചാരിച്ചിരിക്കുന്നത്? വെറുതെയാ. നമുക്കൊരാശ്വാസം കിട്ടും, കുറെ കാശും പോവും, അത്രേ ഉള്ളൂ. ചന്ദ്രൻ, നിന്നോട് ഞാൻ നിർത്താനാ പറഞ്ഞത്. ഇനി നീ അതിനെക്കുറിച്ച് എന്തെങ്കിലും പറഞ്ഞു നോക്ക്. അടിച്ച് നിന്റെ പല്ല് ഞാൻ താഴിടും. അയ്യോ, ഒന്നും വേണ്ട സിദ്ധു. പല്ല് പോയാലേ ചന്ദ്രനെ കാണാൻ ഒരു ഭംഗിയും കാണില്ല. ഇനിയും കല്യാണമൊക്കെ കഴിക്കാനുള്ളതല്ലേ, എന്തിനാ വെറുതെ പാവത്തിന്റെ ഭാവി തെളിക്കുന്നത്? പരസ്യം കൊണ്ട് ഗുണം ഉണ്ടാവുമായിരിക്കും അല്ലേ മോളെ? ഗുണമുണ്ടാവും ചേട്ടച്ച. എവിടെന്നെങ്കിലും ഒരു കോളെങ്കിലും വരും, ഉറപ്പാ. കുത്തിത്തിരിപ്പൊക്കെ ഉണ്ടാക്കി കഴിഞ്ഞില്ലേ? ഇനി പൊയ്ക്കൂടെ? നിനക്കത് കുത്തിത്തിരിപ്പായിട്ട് തോന്നുന്നുണ്ടെങ്കിലേ ഉള്ളി കളത്തിലുള്ളതുകൊണ്ടാ. നീ എന്തോ പേടിക്കുന്നുണ്ട്, അതുകൊണ്ടാ പരസ്യം കൊടുക്കാൻ പോകുന്നെന്ന് കേട്ടപ്പോ മുതല് നിനക്കൊരു പരിഭ്രമം. എനിക്കൊരു പരിഭ്രമവും ഇല്ല. പരസ്യമല്ല, ഫ്ലെക്സ് അടിച്ചു വെച്ചാലും പോയവരാരും തിരിച്ചു വരാൻ പോകുന്നില്ലെന്ന് എനിക്കറിയാം. അതെങ്ങനെ നിനക്കറിയാം? നീയാണോ അവരോടൊന്ന് മാറ്റിയത്? ഞാനോ? ഞാനൊന്നുമല്ല. പിന്നെ പിന്നെ ഇങ്ങനെ ഇത്ര ഉറപ്പിച്ച് നീ പറയുന്നേ അവര് വരില്ലാന്ന്? എടി, ബുദ്ധിയുള്ള ആർക്കും മനസ്സിലാവില്ലേ വരാനുള്ളവരാണെങ്കിലേ ഇതിനു മുൻപേ വന്നേനെന്ന്. വന്നില്ലെങ്കിൽ എന്താ അതിനർത്ഥം? പോയവർക്ക് അതിന് പറ്റുന്ന സാഹചര്യം അല്ലെന്നല്ലേ? അപ്പൊ നിനക്കറിയാല്ലേ അവരെവിടെ ഉണ്ടെന്ന്? നിനക്ക് ഭ്രാന്ത. നീ വെറുതെ എഴുതാപ്പുറമൊന്നും വായിക്കണ്ട. അവർക്ക് എന്തേലും പറ്റിയ പൊന്നും മോളെ, അതിന് കാരണക്കാരായവരാരും പിന്നെ ഈ ഭൂമിയിലുണ്ടാവില്ല. എന്നെ ഭീഷണിപ്പെടുത്തണ്ട. നിന്റെ ഭീഷണി എനിക്ക് ബാധകമല്ല. പിന്നെ ആർക്കാ ബാധകം? ശരത്തിനാ? സ്വന്തം വീട്ടിലല്ലേ താമസം, പോയി ചോദിക്കായിരുന്നില്ലേ? നിത്യയെ കൊന്നതാരാണെന്ന് ഇതുവരെ കണ്ടുപിടിക്കാൻ പറ്റിയിട്ടില്ല. എന്നിട്ടൊന്ന് വീരവാദം മുഴക്കുന്നു. ആദ്യമേ ആ കേസ് തീർക്ക്, എന്നിട്ട് മതി ഇപ്പോഴത്തെ കേസ് പരിഗണിക്കുന്നത്. തീർക്കും. എല്ലാ കേസും ഒരുമിച്ച് തന്നെ തീർക്കും. ഇനി അധിക കാലമൊന്നും കാത്തിരിക്കേണ്ടി വരില്ല. തിന്മയുടെ ശക്തികളുണ്ടല്ലോ, അവരുടെ വേര് ഞാൻ ആർക്കും. ആ ലിസ്റ്റിൽ നീ പെടാതിരിക്കാൻ സൂക്ഷിച്ചോ. പെട്ടാ നിനക്കും പരമാവധി ശിക്ഷ ഞാൻ തരും. പേടിപ്പിക്കില്ലേ? എനിക്ക് ഒരു പേടിയില്ല. എന്തും നേരിടാൻ തയ്യാറായിട്ട് തന്നെയാ ഞാൻ ജീവിക്കുന്നത്. സിദ്ധുവേട്ടൻ പോയി, അതിലും വലിയ നഷ്ടമൊന്നും ഇനി വരാനില്ലല്ലോ. മരിക്കാനും കൊല്ലാനും തയ്യാറായിട്ട് തന്നെ ഞാനിപ്പോ നടക്കുന്നത്. വിഷ്ണു കൂടി ഒന്ന് ഇറങ്ങിക്കോട്ടെ.
അടുത്തത് എന്തായിരിക്കും ഞാൻ അപ്പ പറയാം.